കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോണേ എങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ സിബ്ലിംഗ്സിന്റെയോ കസിന്റെയോ അതല്ല നിങ്ങളുടെ വെഡിങ്ങിന് നിങ്ങളുടെ ഫാമിലിക്ക് ഡ്രസ് എടുക്കാൻ പോവാണെങ്കിൽ ഇനി ഞാൻ പറയുന്ന ഷെയ്ഡ്സ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കല്യാണം വേറെ ലെവലാക്കാം. അപ്പൊ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ സേവ് ചെയ്ത് വെച്ചു. മാത്രമല്ല നിങ്ങളുടെ കല്യാണം കൂടാൻ വന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. ഓഡിറ്റോറിയം അതല്ല വെഡിങ് ഹാളിലാണ് ഫംഗ്ഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓഡിറ്റോറിയത്തിന്റെ ഡെക്കറേഷൻ തീമിന്റെ കളറിനോ അതല്ലാന്നുണ്ടെങ്കിൽ ബ്രൈഡിന്റെ സാരിയുടെ വെഡിങ് സാരിയുടെ അതേ കളറിനും കോംപ്ലിമെന്ററി ആയിട്ടുള്ള കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ബ്രൈഡിന്റെ സാരി റെഡ് കളർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഷാമ്പെയിൻ ഷെയ്ഡ്സ് ചൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ കോറൽ പിങ്ക് ഷെയ്ഡ്സ് ചൂസ് ചെയ്യാം. അതല്ല ഷാമ്പെയിൻ ഷെയ്ഡ് ആണെങ്കിൽ ബ്രൈഡിന്റെ സാരി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റൽ കളേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. അതുമല്ല ഇനി റാണി പിങ്ക് പോലത്തെ കളേഴ്സ് ആണ് ബ്രൈഡിന്റെ സാരി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലഷ് പിങ്ക് കളറും ചൂസ് ചെയ്യാം. ഇനി കല്യാണം നടക്കുന്ന അമ്പലത്തിൽ വെച്ചാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മസ്റ്റാർഡ് യെല്ലോ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എസ്പെഷ്യലി സാരീസ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഇതിന്റെ ബെറ്റർ. ഈ വെഡിങ് ഫംഗ്ഷൻ നടക്കുന്നത് ഒരു റിസോർട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിന്റ് ഗ്രീൻ, പേസ്റ്റൽ ലാവൻഡർ കളർ, സോഫ്റ്റ് യെല്ലോ കളേഴ്സ് ഒക്കെ ചൂസ് ചെയ്യാം. ഇനി ഔട്ട്ഡോർ വെച്ചിട്ടാണ് കല്യാണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീച്ച് ഷെയ്ഡ്സ് ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ അക്വാ ബ്ലൂ, സീഫോം ഗ്രീൻ ഇത്തരത്തിലുള്ള ഷെയ്ഡ്സ് ചൂസ് ചെയ്താൽ വേറെ ലെവലായിരിക്കും. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ സെല്ലിംഗ് ടിപ്സിന് ഇപ്പൊ തന്നെ ഫോളോ മീ. ബൈ.